Let T from R cube to R square be a linear transformation defined by T of V equal to AV, where A equal to 1 1 0 0 1 minus 1. Find T of 1 1 1, the preimage of 1 3, the preimage of 0 0. ഈ ടോപ്പിക് എന്ന് വെച്ചാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ബൈ എ മെട്രിക്സ് എന്നാണ്. മെട്രിക്സ് തന്നിട്ടുണ്ടാകും. നേരത്തെയൊക്കെ ടി ഓഫ് എന്നും പറഞ്ഞാൽ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, ഇത് മെട്രിക്സ് തന്നിട്ട് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫോം ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്ന് പറയുമ്പോൾ ടി ഓഫ് വി ഈക്വൽ ടു എ വി ആണ്. ടി ഓഫ് വി ഈക്വൽ ടു എ വി ആണ്. അപ്പോൾ ടി ഓഫ് വി ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെച്ചിട്ട് വി എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആണ്. അതെങ്ങനെ മനസ്സിലാവും വി എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആണെന്ന്? അതായത് ആർ ക്യൂബിൽ നിന്ന് ആർ സ്ക്വയറിലേക്കാണ് ഇമേജ് ഉള്ളത്. ആർ ക്യൂബിൻ്റെ ഇമേജ് ആർ സ്ക്വയറിലാണ്. അപ്പോൾ നമ്മൾ ടി ഓഫ് വി എന്ന് പറയുമ്പോൾ വി എടുക്കേണ്ടത് ആർ ക്യൂബിൽ നിന്നാണ്. അപ്പോൾ ആർ ക്യൂബ് വി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? എക്സ് വൈ സെഡ് ആയിരിക്കും. ആർ ക്യൂബിൻ്റെ ഇമേജല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇമേജ് കാണേണ്ടത് വിയുടെ അല്ലേ, വി അപ്പോൾ എക്സ് വൈ സെഡ് ആയിരിക്കും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 0 ഇൻറ്റു സെറ്റ്. അപ്പോൾ എക്സ് പ്ലസ് വൈ. ഇനി അടുത്തത് ഇനി വേറെ ഈ ഇതിൽ വരില്ല. ഇനി അടുത്ത റോ ആണ് വരിക. 0 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് ഇസെറ്റ്, വൈ മൈനസ് ഇസെറ്റ്. അപ്പോൾ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടി. എക്സ് പ്ലസ് വൈ വൈ മൈനസ് ഇസെറ്റ്. നേരത്തെയൊക്കെ നമ്മൾ ഇത് തന്നിട്ടുണ്ടാവും. ഇവിടെ മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് ഏതൊക്കെ കാണേണ്ടത്? ടി ഓഫ് 1 1ൻ്റെ ഇമേജ് കാണണം. അപ്പോൾ ടി ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ എന്താ? നേരെ എക്സിന് 1 വൈക്ക് 1 ഇസെറ്റിന് 1 കൊടുക്കുക. കൊടുക്കുമ്പോൾ 2 0 കിട്ടി. ഇനി പ്രീ ഇമേജ് ഓഫ് 1 3 ആണ് കാണാം. അപ്പോൾ അതായത് ഈ ഇവിടെ 2 0 കിട്ടിയില്ലേ, അതേപോലെ ഉള്ളത് 1 3 ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഇമേജ് പ്രീ ഇമേജ് കാണണം. 1 3യുടെ പ്രീ ഇമേജ് കാണണം. ഇവിടെ എക്സ് വൈ സെഡ് എന്താണെന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 വൈ മൈനസ് ഇസെഡ് ഈക്വൽ ടു 3 ഇങ്ങനെ എടുത്തു. ഇതിപ്പോൾ 3 വേരിയബിൾ ഉണ്ട്, 2 ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതിൽ നിന്ന് നോക്കാം. വൈ മൈനസ് ഇസെഡിൽ ഇപ്പോൾ വൈ മൈനസ് ഇസെഡിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന് ടി കൊടുക്കാം. അപ്പോൾ ഇസെഡിന് ടി കൊടുത്തു. വൈ അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ 3 പ്ലസ് ടി കിട്ടി. ഇനി വൈയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് 3 വൈയുടെ വാല്യൂ എന്താ? 3 പ്ലസ് ടി ആണ്. അത് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് ടി കിട്ടി. ഇതിലിപ്പോൾ വേരിയബിൾസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തത്. ഇതിലും 3 വേരിയബിൾ ഉണ്ട്. എക്സും വൈ ഇസെഡും ആദ്യത്തെ ഇക്വേഷനിലുണ്ട്. ഇതിലും എക്സും വൈ ഇസെഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഗോസ് എലിമിനേഷൻ വഴി ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിലിപ്പോൾ നേരെ കിട്ടും. പക്ഷേ എക്സ് വൈ സെഡ് 2 ഇക്വേഷനിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. ഇതിൽ എക്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ വൈയുടെ വാല്യൂ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഗോസ് എലിമിനേഷൻ വഴി സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട്. ഇതൊന്നും കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഗോസ് എലിമിനേഷൻ പഠിക്കണമെന്ന് പറയണത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസെഡിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെയും വൈയുടെ വാല്യൂ കിട്ടി. എക്സിൻ്റെയും എക്സ് വൈ സെഡിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എന്താണ് വന്നത്? ഇതിൽ ടി ഓഫ് എക്സ് വൈ സെഡ് അല്ല കേട്ടോ, എക്സ് വൈ സെഡ് ഈക്വൽ ടു -2 മൈനസ് ടി 3 പ്ലസ് ടി ടി ഇത് വന്നു. ടി ഓഫ് എക്സ് വൈ സെഡിൻ്റെ വാല്യൂ എന്ന് പറയണത് ഇവിടെ 1 3 ആണ്. 1 3 ആണ്. അപ്പോൾ എക്സ് വൈ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 3യുടെ ഇമേജാണ്, പ്രീ ഇമേജാണ് ഇതെന്ന് പറയുന്നത്. ഇതിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പം നമുക്ക് ഇവിടെ ഓരോ വാല്യൂസ് കിട്ടും. ഓക്കെ. ഇനി 0 0ൻ്റെ ഇമേജ് ഇതേപോലെ തന്നെ നേരത്തെ പോലെ 0 0ൻ്റെ പ്രീ ഇമേജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 വൈ മൈനസ് ഇസെഡ് ഈക്വൽ ടു 0 ഇതൊക്കെ വന്നു. നമുക്ക് ഇതേപോലെ തന്നെ വൈ ഈക്വൽ ടു ഇസെഡ് ഈക്വൽ ടു കെ കൊടുത്തു. എക്സിന് മൈനസ് കെയും വന്നു. അപ്പോൾ നമുക്കിവിടെ മൈനസ് കെ ഇത് കിട്ടി. ഓക്കെ. ഇനി അടുത്തത് ഫോർ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ഗിവൺ ബൈ ദ മെട്രിക്സ് എ ഈക്വൽ ടു എ മൈനസ് ബി ബി എ ഫൈൻഡ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ടി ഓഫ് 12 5 ഈക്വൽ ടു 13 0. അപ്പോൾ ഇവിടെ മെട്രിക്സ് തന്നിട്ടുണ്ട്.
മെട്രിക്സിൽ എയും ബിയും കാണണം. ഇവിടെ ടി ഓഫ് 12 5 ഈക്വൽ ടു 13 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എ ബി ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എ എക്സ് മൈനസ് ബി വൈ ബി എക്സ് പ്ലസ് എ വൈ കിട്ടി. അപ്പോൾ ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ടി ഓഫ് 12 5 എന്ന് പറഞ്ഞാൽ 13 0 ആണ്. അപ്പോൾ 12 5 എന്ന് പറയുമ്പോൾ എക്സിനും വൈക്കും 12 5 കൊടുക്കുക കേട്ടോ. 12 5 എക്സിന് 12 കൊടുക്കാം, വൈക്ക് 5 കൊടുക്കാം. വൈന് 5 കൊടുക്കുമ്പോൾ ഇത് കിട്ടി 13 0 ആണ് ആൻസർ. 12a മൈനസ് 5b ഈക്വൽ ടു 13 കൊടുക്കുക. 12b പ്ലസ് 5a ഈക്വൽ ടു 0യും കൊടുക്കുക. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? എയും ബിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. നേരത്തെ തന്ന മെട്രിക്സ് പോലെയല്ല, ഇവിടെ മെട്രിക്സിൻ്റെ വാല്യൂ തന്നിട്ടില്ല, എ ബി കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ വരും. നേരത്തെ കണ്ടുപിടിച്ച പോലെ എക്സ് വൈ വെച്ചിട്ട് കണ്ടുപിടിച്ച പോലെ. ഇതിൽ എക്സ് വൈ എടുക്കാൻ കാരണം മനസ്സിലായില്ലേ? ട്രാൻസ്ഫോർമേഷൻ ആർ സ്ക്വയർ ടു ആർ ആണ്. അപ്പോൾ വി എന്ന് പറയണത് എക്സ് വൈ ആണ് വരിക, ആർ സ്ക്വയർ അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് വരിക. ഇതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നമുക്കിവിടെ തന്നിട്ടുണ്ട് 12 5ൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ 13 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് 12ഉം വൈ 5ഉം ആണ്. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് നേരെ 13 വരും, 12 ഇത് 0യും വരും. ഇനി നേരെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് എ ഈക്വൽ ടു 12/13ഉം ബി ഈക്വൽ ടു മൈനസ് 5/13ഉം വരും കേട്ടോ. ഇത് ഗോസ് എലിമിനേഷൻ വെച്ചിട്ടും ചെയ്യാം, എന്നാലും നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി ഇത്.